ഇന്ത്യയിൽ സാക്ഷരതയിൽ മുന്നിലാണ് കേരളം. എന്നാൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് വിധേയനാകുന്നതും മലയാളികൾ തന്നെ. ഓൺലൈൻ തട്ടിപ്പിൽ നെയ്യാറ്റിൻകര സ്വദേശിയായ വീട്ടമ്മയ്ക്ക് നഷ്ടമായത് 4,40,000 രൂപ. വീട്ടിലിരുന്നും വരുമാനമുണ്ടാക്കാമെന്ന മോഹന വാഗ്ദാനം നൽകിയും ചെയ്യുന്ന ജോലിക്ക് ചെറിയ തുക അക്കൗണ്ടിൽ അയച്ചുകൊടുത്ത് വിശ്വാസം ആർജിച്ചുമായിരുന്നു തട്ടിപ്പ്. വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് ഗോളിയർ ടാൻസൺ നഗറിലെ ഇൻഡസ് ബാങ്കിൽ അക്കൗണ്ടുള്ള ശിവം ശർമ്മയുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ ചെയ്യാവുന്ന ജോലികൾ സംബന്ധിച്ച 23-ന് വാട്സാപ്പിൽ ലഭിച്ച സന്ദേശമാണ് തുടക്കം. തുടർന്ന് ടെലിഗ്രാമിലൂടെ ലഭിച്ച ലിങ്കിലെ നിർദ്ദേശമനുസരിച്ച ഒരു സ്ഥാപനത്തിന് സ്റ്റാർ റേറ്റിംഗ് നൽകിയപ്പോൾ വീട്ടമ്മയ്ക്ക് 150 രൂപ ലഭിച്ചു. പിന്നീട് ചെറിയ ടാസ്കുകൾ ചെയ്തപ്പോഴെല്ലാം ഇതുപോലെ പണം കിട്ടി. ഇത്തരത്തിൽ 5,000 രൂപയിലധികം ലഭിച്ചതോടെ വീട്ടമ്മയ്ക്ക് വിശ്വാസമായി. പിന്നീടാണ് പ്രീപെയ്ഡ് ടാസ്ക് എന്ന പേരിൽ തുക അങ്ങോട്ട് ആവശ്യപ്പെട്ടു തുടങ്ങിയത്. ഇത്തരത്തിൽ 1,00,000 രൂപ വരെയുള്ള ടാസ്കുകൾക്ക് തിരികെ പണം ലഭിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 4,00,000-ലധികം രൂപ ലഭിച്ചതോടെ തട്ടിപ്പു സംഘത്തിന് മട്ടുമാറി. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു തുടങ്ങിയതോടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി നൽകിയ പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴികളില്ലെന്ന് വീട്ടമ്മ ചൂണ്ടിക്കാട്ടിയപ്പോൾ 2,00,000 രൂപ കൂടി നൽകിയാൽ തിരികെ നൽകാമെന്നായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബാങ്കിലും അവിടെ നിന്ന് പോലീസിലും പരാതി നൽകുകയായിരുന്നു. തട്ടിപ്പുകാരുടെ ഓപ്പറേഷൻ ഇങ്ങനെയായിരുന്നു. തൊഴിലുടമ ആണെന്ന് അവകാശപ്പെടുന്ന ഒരാളിൽ നിന്ന് വാട്സപ്പ് സന്ദേശം ലഭിക്കുന്നതാണ് തുടക്കം. യൂട്യൂബ് വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പിന്തുടരുക, ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ റേറ്റിംഗ് ചെയ്യുക തുടങ്ങിയ ലളിതമായ ജോലികളിലൂടെ മികച്ച വരുമാനം നേടാമെന്ന് സന്ദേശത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കും. താൽപര്യം പ്രകടിപ്പിക്കുന്നവരോട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാനും ഗ്രൂപ്പിലുള്ള മറ്റ് 20 മുതൽ 500 വരെ അംഗങ്ങൾക്കൊപ്പം പണം സമ്പാദിക്കാനും ആവശ്യപ്പെടും. ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് ചെറിയ ടാസ്കുകൾ നൽകുകയും നേരത്തെ പറഞ്ഞിരുന്നതുപോലെ പണം നൽകുകയും ചെയ്യും. വിശ്വാസം ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ 30 മുതൽ 40% വരെ റിട്ടേൺ വാഗ്ദാനം ചെയ്ത് 1,000 രൂപ മാത്രം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടും. വാഗ്ദാനം നൽകിയതുപോലെ പണം നൽകും. ഇത്തരത്തിൽ ടാസ്കുകൾ മുന്നേറുമ്പോൾ ഇര നല്ലൊരു തുക നിക്ഷേപം നടത്തിയിട്ടുണ്ടാകും. പിന്നീട് റിപ്പയർ ടാസ്ക്, TDS, പേയ്മെന്റ് ഹാൻഡ്ലിംഗ് ചാർജുകൾ തുടങ്ങിയ പേരുകളിൽ മുൻപ് നിക്ഷേപിച്ച പണം തിരികെ നൽകാൻ കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതും നൽകിക്കഴിഞ്ഞാൽ പിന്നെ തട്ടിപ്പുകാരൻ അപ്രത്യക്ഷമാകും.